ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു 4K വ്ളോഗ്സ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിടെക് എന്ന് പറയുന്ന 12C പ്രൊഫഷണൽ റിംഗ് ലൈറ്റ് ആണ്. നമ്മൾ വ്ളോഗിങ്ങിനും മറ്റുമായിട്ട് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു റിംഗ് ലൈറ്റ് ആണ്. ഇതിനോടൊപ്പം നമുക്ക് 2 യൂണിറ്റാണ് വരുന്നത്. ഒന്ന് ട്രൈപോഡ് യൂണിറ്റും നല്ല അത്യാവശ്യം സ്ട്രോങ് ഉള്ള ഒരു ട്രൈപോഡ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് റിംഗ് യൂണിറ്റിൻ്റെ ഒരു പോർഷനാണ്. നോക്കാം നമുക്കത് എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു റിംഗ് ലൈറ്റ് വിത്ത് മൊബൈൽ സ്റ്റാൻഡ്, അത് കൊടുത്തുന്ന ഒരു ട്രൈപോഡാണ്. നമുക്ക് ആദ്യം ട്രൈപോഡൊന്ന് എങ്ങനെയാണ് വെക്കേണ്ടത് നോക്കാം. ഏകദേശം 6 അടിയോളം വലിപ്പമുള്ള ഒരു ട്രൈപോഡ് സ്റ്റാൻഡാണ്. ഇതിനകത്ത് വാട്ടിനെ കുറിച്ചിട്ടൊന്നും എഴുതിയിട്ടില്ല. ഈ മാനുവലിൽ എഴുതിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. 25 വാട്ടാണ് മാക്സിമം. ഫുള്ളായിട്ട് കത്തുമ്പോൾ അതിന് 25 വാട്ടാണ് ഒരു ഔട്ട്പുട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് 3 മോഡിലുള്ള ലൈറ്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ പവർ കൂട്ടുന്നതും കുറയ്ക്കുന്നതിനെയും പറ്റിയിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് പിടിപ്പിച്ച് നോക്കാം എങ്ങനെയാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് പുറകിലോട്ടാക്കിയ ശേഷം ഇവിടെ ത്രെഡ് കാണുന്നുണ്ട്. നമ്മൾ ക്യാമറ എല്ലാം പിടിപ്പിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു ഞെട്ട് അതിനെ ഇതിലോട്ട് പിടിപ്പിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിന് നമ്മുടെ മൊബൈൽ ചാർജർ പോലുള്ള കണക്ടറിൽ കൊടുത്തിട്ടാണ്, ഔട്ട്പുട്ടിൽ കൊടുത്തിട്ടാണ്.
നമുക്കിനി ലൈറ്റ് ഓൺ ചെയ്യാം. മൂന്ന് മോഡാണ് ഇത്. ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ള ഒരു ഡേ ലൈറ്റ് പോലത്തെ ഒരു കളറും, പിന്നെ ഒന്ന് ഒരു ബ്ലൂയിഷ് നമ്മൾ സാധാരണ ട്യൂബ് ലൈറ്റൊക്കെ കത്തുന്ന പോലത്തെ ഒരു വൈറ്റ് കളറും, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു തരം കളറും. ഇങ്ങനെ മൂന്ന് മോഡാണ് ഉള്ളത്. ഇതിലിപ്പോൾ ഏറ്റവും ഹയസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഫുള്ളിലാണ് നിൽക്കുന്നത്. കുറയ്ക്കാം, ഇതുവരേക്കാക്കാം. ഇതാണ് ഹയസ്റ്റ്. ഇതിനകത്ത് നമുക്ക് രണ്ട് ഗോപ്രോ പോലുള്ള രണ്ട് ക്യാമറ കണക്ട് ചെയ്യാനുള്ള രണ്ട് സ്ലോട്ട് കൂടി ഇപ്പുറത്തും ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അവർ. രണ്ട് സ്ലോട്ട് ഗോപ്രോൻ്റെ അല്ലെങ്കിൽ സാധാരണ ഹാൻഡി ക്യാം പോലെ അങ്ങനെ ചെറിയ ക്യാമറകളുടെ ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ രണ്ട് ഹോൾഡേഴ്സ് ഇപ്പുറത്തും ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് മൊബൈൽ ഇതിനകത്ത് കണക്ട് ചെയ്ത് വയ്ക്കാവുന്നൊരു റിമൂവബിൾ മൊബൈൽ ഹോൾഡറും അവർ തരുന്നുണ്ട് ഇതിനോടൊപ്പം. അത് നമുക്ക് സ്പ്രിങ് ആക്ഷൻ ഉള്ളതാണ്. ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് തിരിച്ച് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഒരു ബോൾ ഹെഡാണ് ഇതിനകത്തുള്ളത്. ലൂസാക്കിയിട്ട് നമുക്കൊരു ബോൾ ഹെഡിലാണ് അത് പിടിപ്പിച്ചിരിക്കുന്ന ഹോൾഡർ. അത്യാവശ്യം സ്ട്രോങ് ഉള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പിടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. സ്പ്രിങ് ആക്ഷനോട് കൂടിയിട്ടുള്ള മൊബൈൽ ഹോൾഡറാണ്. ഇതല്ലാണ്ട് ഇനിയിപ്പോൾ സ്റ്റാൻഡ് വേണ്ട, നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്ത് തൂക്കി വെക്കണം പെർമനൻ്റ് എന്ന് വെച്ചാൽ അതിനുള്ളൊരു സ്ക്രൂ കണക്ട് ചെയ്യാവുന്ന ഒരു കീ ഹോൾ പോലത്തെ ഒരു ഫെസിലിറ്റിയും കൂടി അവർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. അതുകൂടാതെ ഇനിയും എക്സ്ട്രാ ലൈറ്റ്സ് കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ചെറിയൊരു സംവിധാനം കൂടി ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു അംബർലയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ പോലും ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 200-250 ഗ്രാമിനകത്തേ വരുള്ളൂ. വളരെ വെയ്റ്റ്ലെസ് ആണ്. എവിടെയെങ്കിലും എടുത്തിട്ട് പോവുകയാണെങ്കിൽ പോലും വളരെ എളുപ്പമാണ്. ഇതാണ് ഡിജിടെക്കിൻ്റെ റിംഗ്ലൈറ്റ് 12C എന്ന മോഡൽ റിംഗ്ലൈറ്റ്. സ്റ്റാൻഡും ലൈറ്റും ഒരുമിച്ച് വരുന്നൊരു മോഡലാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. താരതമ്യേന നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ അറിയാം എന്താ ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്നുള്ളത്. ഇതിൻ്റെ കണക്ടറിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അംബ്രല സ്റ്റാൻഡോ അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സിൻ്റെ സ്റ്റാൻഡോ അത്തരം ഡിവൈസിലും ഈ സാധനം കണക്ട് ചെയ്യാം. അതല്ലാതെ തന്നെ ഇതുപോലെ നോർമൽ ക്യാമറ സ്റ്റാൻഡ്, ഇതുപോലത്തെ ക്യാമറ സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിലോ എല്ലാം കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റാൻഡിൽ പിടിപ്പിക്കുമ്പോൾ ഇത് അയച്ചു മാറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. നമുക്കിതിൻ്റെ ഈ കണക്ടർ മുന്നേ പറഞ്ഞ പോലെ തന്നെ അംബ്രല സ്റ്റാൻഡിലും അതുപോലുള്ള ട്രൈപോഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലിലുള്ള സ്റ്റാൻഡുകളിലൊക്കെ പിടിപ്പിക്കാൻ ഉപയോഗിക്കാം ഈ കണക്ടർ. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. നമ്മളല്ലാതെ തന്നെ നേരിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്ഷൻ തിരിക്കാൻ ഇങ്ങനെ നമുക്ക് ഡയറക്ഷൻ തിരിക്കാം. അതുപോലെ ഇതിൻ്റെ ആംഗിള് മുകളിലോട്ടോ താഴോട്ടോ ആക്കണമെങ്കിൽ ആക്കാം. ഇതുപോലെ ഇതിൻ്റെ ഹൈറ്റും ഏകദേശം ഇത്രത്തോളം ഹൈറ്റ് കൂട്ടാം. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് ഡിജിടെക്കിൻ്റെ 12C എന്ന് പറയുന്ന റിംഗ് ലൈറ്റാണ് വിത്ത് സ്റ്റാൻഡ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നമുക്ക് വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്വന്തമായിട്ട് യൂസ് ചെയ്യാവുന്ന പുതിയ എക്യുപ്മെൻറ്റ്സുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം, ബൈ.